മക്ക മുശ്രിക്കുകളുടെ 950ഓളം വരുന്ന സർവായുധ സജ്ജരായ ഒരു സൈന്യം തങ്ങളോട് ഏറ്റുമുട്ടാൻ വന്ന് ഉദ്വത്തുൽ ഖുസ്വായിൽ തമ്പടിച്ച വിവരം കേട്ട പ്രവാചകൻ ചിന്തിക്കുകയാണ്. ഞാനും എൻ്റെ കൂടെയുള്ള വിശ്വാസികളും വന്നിട്ടുള്ളത് 40ഓളം വരുന്ന ഒരു വാണിജ്യ സംഘത്തെ പിടിച്ചടക്കാനാണ്. ആയുധങ്ങളൊന്നും ഞങ്ങൾ കരുതിയിട്ടില്ല. മാത്രമല്ല ആളുകളും വളരെ കുറവാണ്. ആരെയും ഞാൻ നിർബന്ധിച്ചിട്ടില്ലായിരുന്നല്ലോ എന്ന് പ്രവാചകൻ ചിന്തിക്കുകയാണ്. ഇനി എന്തു ചെയ്യും? ഇവിടെ പോരാടുകയല്ലാതെ മറ്റു മാർഗമില്ല. പിന്തിരിഞ്ഞാൽ ശത്രുക്കൾ മദീനയിൽ കടന്നുവരെ ആക്രമിക്കാൻ ധൈര്യപ്പെടും, അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും എന്നെല്ലാം പ്രവാചകൻ അറിയാമായിരുന്നു. മാത്രമല്ല ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ കാര്യം മന്ദഗതിയിലാകാനും ശത്രുക്കളുടെ നീക്കങ്ങൾക്ക് ശക്തി വർദ്ധിക്കാനും വിശ്വാസികളുടെ ശക്തി ക്ഷയിക്കാനും അത് കാരണമായേക്കുമെന്ന് പ്രവാചകൻ കണക്കുകൂട്ടി. അതിനാൽ പോരാടുക തന്നെയാണ് മാർഗം. എന്നിരുന്നാലും തൻ്റെ അനുയായികളോട് കാര്യങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് അഭിപ്രായം തേടുകയാണ് പ്രവാചകൻ. കൂടിയാലോചന നടത്തുകയാണ്. ഉടനെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവർ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഞങ്ങൾ പോരാട്ടത്തിന് തയ്യാറാണ്. പിന്നീട് മിഖ്ദാദ് ബിൻ അംറും പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞെങ്കിലും പ്രവാചകൻ ചോദ്യം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. കാരണം ഈ തയ്യാറായവരെല്ലാം മുഹാജിറുകളിൽപ്പെട്ട മക്കക്കാരാണ്. അവർ ആദർശത്തിനും വേണ്ടി ജനിച്ച നാടും വീടും സമ്പത്തും കുടുംബ ബന്ധങ്ങളും എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് ഹിജ്റ വന്നിട്ടുള്ളവരാണ്. അവരെന്തിനും തയ്യാറാകുമെന്ന് പ്രവാചകന് ഉറപ്പായിരുന്നു. പ്രവാചകൻ വീണ്ടും ചോദ്യം ആവർത്തിക്കുന്നത് കേട്ട് അൻസാറുകളിൽപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, താങ്കൾ ഞങ്ങൾ മദീനക്കാരെ ഉദ്ദേശിച്ചാണ് ചോദ്യം ആവർത്തിക്കുന്നതെങ്കിൽ കേട്ടുകൊള്ളുക. ഞങ്ങൾ താങ്കളെ വിശ്വസിച്ചു. താങ്കൾ കൊണ്ടുവന്ന ഏകദൈവ ദർശനത്തെ വിശ്വസിച്ചു. താങ്കൾക്ക് അഭയം നൽകി താങ്കളെ അനുസരിക്കുമെന്ന് കരാർ വരെ ചെയ്തു. അതിനാൽ താങ്കൾ കൽപ്പിക്കുക, താങ്കൾ ഒരു സമുദ്രത്തിലേക്ക് ഊളയിട്ടിറങ്ങുകയാണെങ്കിലും ഒരു സമുദ്രത്തിലേക്ക് നടന്നു പോയാലും പിന്നിൽ ഞങ്ങളുണ്ടാകും. യുദ്ധരംഗത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. ആയതിനാൽ താങ്കൾ തീരുമാനിച്ച് കൽപ്പിക്കുക എന്ന് അറിയിക്കുകയാണ്. ഇത് കേട്ട പ്രവാചകൻ സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു, രണ്ടാലൊരു സൈന്യത്തെ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തതായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അള്ളാഹുവിൻ്റെ സന്ദേശം തന്നിരിക്കുന്നു. ശത്രുക്കളുടെ പതനം ഞാൻ മുമ്പിൽ കാണുന്നു എന്ന് അനുയായികൾ അറിയിച്ചപ്പോൾ വിശ്വാസികൾക്കതൊരു സന്തോഷ വാർത്തയായി, മാത്രമല്ല ആവേശമായി മാറുകയും ചെയ്തു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഫ്രാനിൽ നിന്ന് അദബ് എന്ന പറയുന്ന ഒരു സ്ഥലത്തെത്തി അവിടെ തമ്പടിച്ചു. പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരീക്ഷണത്തിനായി താവളത്തിന് ചുറ്റുമുള്ള പ്രദേശത്ത് സഞ്ചരിച്ചു. ഒരു ശത്രു നിരീക്ഷണം നടത്തുകയാണ് പ്രവാചകൻ. അങ്ങനെ അവരൊരു വൃദ്ധനെ കണ്ടുമുട്ടി അയാളോട് കാര്യങ്ങൾ അന്വേഷിച്ചു. അന്ന് രാത്രി തന്നെ പ്രവാചകൻ പുതിയ വിവരങ്ങൾ അറിയാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ വഖാസ് റളിയല്ലാഹു അൻഹു എന്നിവരെ പ്രവാചകൻ നിയോഗിച്ചു. അവർ ചെന്ന് ഖുറൈശികൾക്ക് വെള്ളം കോരുന്നുണ്ടായിരുന്ന 2 അടിമബാലന്മാരെ കാണുകയും അവരെ തങ്ങളുടെ ക്യാമ്പിലേക്ക് പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു. പ്രവാചകനും വിശ്വാസികളും അവരെ ചോദ്യം ചെയ്തു. അവർ പറഞ്ഞതനുസരിച്ച് മക്കയുടെ എല്ലാ പ്രമുഖ നേതാക്കളും ഉത്ബ, ഷൈബ, നളർ, അബൂജാഹിൽ, നളർ ബിൻ ഹാരിസ്, ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത്, ഉമയ്യത്ത് ബിൻ ഖലഫ് തുടങ്ങിയവരെല്ലാം മക്കക്കാരുടെ സംഘത്തിലുണ്ട്. ഇത് കേട്ട പ്രവാചകൻ തൻ്റെ മുമ്പിലിരിക്കുന്ന വിശ്വാസികളോട് ഇങ്ങനെ പറഞ്ഞു, ഇതാ മക്ക അതിൻ്റെ കരൾ തുണ്ടങ്ങളെ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുന്നു. ഇത് വിശ്വാസികളിൽ ആവേശമുണർത്തി. കാരണം ഒരു പതിറ്റാണ്ട് തങ്ങളെ പീഡിപ്പിച്ചവരായിരുന്നു ഇവരെല്ലാം. അന്ന് രാത്രി അവിടെ മഴ വർഷിച്ചു. വിശ്വാസികൾക്കത് ആശ്വാസമായി, ശത്രുക്കൾക്കതൊരു പ്രയാസമുള്ള പേമാരിയായും മാറി. മുസ്ലിം സൈന്യം ബദറിലെ ജലാശയത്തിനടുത്തേക്ക് തമ്പുമാറ്റി. ഉടനെ തന്നെ ഹുബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിച്ചു, ഇത് താങ്കളുടെ അഭിപ്രായമാണോ അതോ അള്ളാഹുവിൻ്റെ കൽപ്പനയാലാണോ ഈ സ്ഥലം താങ്കൾ തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചു. ഉടനെ പ്രവാചകൻ പറഞ്ഞു, ഇതെൻ്റെ തീരുമാനമാണ്. ഉടനെ ഹുബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ഖുറൈശികളുടെ ക്യാമ്പിനടുത്ത് എതിർവശത്ത് തമ്പടിക്കാം. എന്നിട്ട് അവിടെയുള്ള എല്ലാ ജലാശയങ്ങളും ഒന്നു മാത്രം ബാക്കി വെച്ച് ബാക്കിയെല്ലാം നമുക്ക് മണ്ണിട്ട് മൂടാം. അതുകൊണ്ട് നമുക്ക് വെള്ളം ലഭിക്കുകയും ചെയ്യും, ശത്രുക്കൾക്ക് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുകയും ചെയ്യും. ഈ അഭിപ്രായത്തെ പ്രവാചകൻ അംഗീകരിക്കുകയാണ്. ക്യാമ്പ് അങ്ങോട്ട് മാറ്റി. ഉടനെ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു മറ്റൊരു അഭിപ്രായം പറയുകയാണ്. ആ കാണുന്ന കുന്നിൻ മുകളിൽ പ്രവാചകനൊരു കൂടാരം നമുക്ക് കെട്ടണം. അവിടെ പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹും വിശ്രമിക്കട്ടെ, അവർ വീക്ഷിക്കട്ടെ നമ്മുടെ യുദ്ധത്തെക്കുറിച്ച്.
2 കുതിരകളെയും നമുക്കവിടെ തയ്യാറാക്കി നിർത്തണം. ഞങ്ങൾ രണാങ്കണത്തിൽ പോരാടിക്കോളാം എന്ന് സഅദ് ഇബ്നു മുആദ് പറയുകയാണ്. മാത്രമല്ല, ഞങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നമുക്കൊന്നിച്ച് മദീനയിലേക്ക് മടങ്ങാം. അതല്ല, ഞങ്ങൾ പരാജയപ്പെട്ട് അവിടെ രക്തസാക്ഷികളായി വീഴുന്നതെങ്കിൽ താങ്കളും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും മദീനയിലേക്ക് മടങ്ങണം. ഈ ദർശനം അവിടെ പ്രചരിപ്പിക്കണം. അവിടെ ബാക്കിയുള്ള വിശ്വാസികൾ താങ്കളെ സ്നേഹിക്കുന്നവരാണ്, അവർ താങ്കളെ സംരക്ഷിച്ചു കൊള്ളും എന്ന് പറയുകയാണ്. ഈ അഭിപ്രായവും പ്രവാചകൻ നടപ്പാക്കി. അന്ന് പ്രവാചകൻ വിശ്രമിച്ച ആ കൂടാരമുള്ളിടത്താണ് ഇന്ന് നമ്മളീ കാണുന്ന പള്ളിയുള്ളത്. ബദർ താഴ്വരയിൽ തമ്പടിച്ച ഖുറൈശി സേനാനായകൻ അബൂജഹൽ മുസ്ലിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ഉമൈർ ഇബ്നുൽ വഹബ് അൽ മജൂസിയെ നിയോഗിച്ചു. ഉമൈർ തൻ്റെ കുതിരപ്പുറത്തേറി മുസ്ലിം ക്യാമ്പിന് ചുറ്റും നിരീക്ഷണം നടത്തിയിട്ട് അബൂജഹലിനോട് ഇങ്ങനെ വന്ന് പറഞ്ഞു: അവർ 300ഓളം പേരുണ്ട്. കുറച്ച് കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയേക്കാം. എന്നിരുന്നാലും അവരിൽ കാര്യമായ ആയുധങ്ങളും സന്നാഹങ്ങളും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഖുറൈശികളെ, നിങ്ങൾ അവരെ ഭയക്കണം. കാരണം മരണത്തെ വെല്ലുന്ന ഒരു ധീരതയാണ് അവരുടെ മുഖത്ത് ഞാൻ കണ്ടത്. വാളല്ലാതെ മറ്റൊരു രക്ഷാകവചവും ഇല്ലാത്തവരാണവർ. അല്ലാഹുവാണേ സത്യം, നിങ്ങളിൽ ഒരാളെ വധിക്കപ്പെടാതെ നിങ്ങൾക്ക് ആ വിശ്വാസികളിൽ മദീനക്കാരിൽ ഒരാളെ വധിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ഉമൈർ മക്കക്കാരോട് അറിയിക്കുകയാണ്. ഇതിനിടയിൽ പിന്തിരിയാൻ ഹക്കീമും ഒത്ബത്തും വീണ്ടും അബൂജഹലിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. അവരിൽ പലരും നമ്മുടെ ബന്ധുക്കളാണ്. അവരോട് യുദ്ധം ചെയ്തിട്ട് നമുക്കെന്ത് നേട്ടമാണ് ഉണ്ടാകാനുള്ളത് എന്നെല്ലാം ചോദിച്ചെങ്കിലും അബൂജഹൽ അവരെ അനുസരിച്ചില്ലെന്ന് മാത്രമല്ല, അവരെ പരിഹസിക്കുകയാണ്. നിങ്ങളുടെ ബന്ധുക്കൾ അപ്പുറത്തുള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തിരിച്ചയക്കുകയാണ്. അങ്ങനെ റമദാൻ 17 ബദറിൽ വിശ്വാസികളും മക്കാ മുശ്രിക്കുകളും മുഖാമുഖം അണിനിരക്കുകയാണ്. പ്രവാചകനും അബൂജഹലും അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ തൻ്റെ അനുയായികളെ ബദർ താഴ്വരയിൽ അണിയായി നിർത്തി നിർദ്ദേശം നൽകുകയാണ്. ആ സമയത്താണ് യുദ്ധം തുടങ്ങാൻ കാരണമായ ഈ സംഭവം നടക്കുന്നത്.